പ്രൈസ് ദി ലോർഡ്. ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 5:38 മുതൽ 42 വരെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന പ്രഭാഷണ ശൃംഖലയുടെ 4-ാമത്തെ വിഭാഗമാണ് ഈ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ജഡപ്രകാരം ജനിച്ച ആദ്യ മനുഷ്യൻ തന്നെ തൻ്റെ അനുജനെ കൊന്നുകൊണ്ടാണ് മനുഷ്യചരിത്രത്തിൽ തുടക്കം കുറിച്ചത്. അവൻ്റെ 5-ാം തലമുറക്കാരനായ ലാമേക്ക് തൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും തൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലുമെന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജലപ്രളയത്തിന് മുമ്പേ കൊലപാതകം ഒരു സാധാരണ സംഭവമായിരുന്നു എന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാവുന്നതാണ്. ജലപ്രളയാനന്തരം നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കുമെന്ന് നോഹയോടും തൻ്റെ പുത്രന്മാരോടും യഹോവ കൽപ്പിച്ചു. നോഹയുടെ പുത്രനായ ശേമിൻ്റെ വംശജനായ അബ്രഹാമ്യ സന്തതികളോട് കൊല ചെയ്യരുതെന്നും ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും യഹോവ കൽപ്പിച്ചു. ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇങ്ങനെ ഒരുവൻ ചെയ്യുന്ന തെറ്റിന് അനുസരണമായ ശിക്ഷ അവന് നൽകണമെന്ന് ന്യായപ്രമാണം കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്രകാരമുള്ള പ്രതികാരം ചെയ്യാൻ വ്യക്തികളെ അനുവദിച്ചിരുന്നില്ല. ഇസ്രയേൽ പുരോഹിതനും ന്യായാധിപന്മാരും കുറ്റക്കാരനെയും സാക്ഷികളെയും വിസ്തരിച്ച് കുറ്റം ചെയ്തതിനെ ശിക്ഷിച്ചിരുന്നു. നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ ഭയപ്പെടണം, കനിവ് തോന്നരുത് എന്ന് ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോഴേക്കും ജനം ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു കൃപയുടെ പ്രമാണം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്, നിൻ്റെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. മുൻപിൽ നിൽക്കുന്നവൻ്റെ വലത്തെ ചെകിട്ട് തടിക്കുക എന്ന് പറഞ്ഞാൽ പുറം കൈ കൊണ്ട് ഒരുവനെ അടിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. യഹൂദ ആചാരപ്രകാരം കൈവെള്ള കൊണ്ട് അടിക്കുന്നതിനേക്കാൾ ഇരട്ടി നിന്ദ്യമായ പ്രവൃത്തിയാണ് പുറംകൈ കൊണ്ട് അടിക്കുന്നത്. ഒരുവനെ അപമാനിക്കുവാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്യുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണിത്. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ആ ദുഷ്ടനോട് അമർഷം കാട്ടുകയോ പകരം ചെയ്യുകയോ ചെയ്യാതെ മറ്റേ ചെകിടും കൂടി അവന് കാണിച്ചു കൊടുക്കുക എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത്. നമ്മുടെ കർത്താവും ഇപ്രകാരം ദുഷ്ടന്മാരാൽ നിന്ദിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഒരുത്തൻ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിച്ചാൽ നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക. വ്യവഹരിക്കുക എന്നത് നിയമപരമായ ശബ്ദമാണ്. ഒരുവൻ ന്യായാധിപ സഭയിൽ വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമല്ലെങ്കിൽ നിനക്കുള്ളത് എടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു യഹൂദൻ തൻ്റെ യാത്രയിൽ 2 വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. ഒന്ന് അവൻ്റെ ഉടുവസ്ത്രവും മറ്റേത് അവൻ്റെ മേൽവസ്ത്രം അഥവാ പുതപ്പ്. ലോഹമാതിരിയുള്ള ഈ മേൽവസ്ത്രം വിലപിടിപ്പുള്ളതും അത്യാവശ്യ സമയങ്ങളിൽ പണയം വയ്ക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഉള്ളതുമാണ്. ഒരുവൻ്റെ ഈ വസ്ത്രം ആരെങ്കിലും പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രമെന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നു. ഒരുവൻ നിനക്കെതിരായ അന്യായം ബോധിപ്പിച്ച് നിൻ്റെ എന്തിനെങ്കിലും കരുതിക്കൂട്ടി അപഹരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതും കൂടെ വിട്ടുകൊടുക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ ഈ ലോകപ്രകാരം തനിക്ക് അധികാരപ്പെട്ടതിനും തൻ്റെ അവകാശങ്ങൾക്കുമായി കോടതി കയറിയിറങ്ങുന്നത് അഭികാമ്യമല്ല. തൻ്റെ അവകാശങ്ങൾക്കോ അധികാരത്തിനോ അല്ല, തൻ്റെ കർത്തവ്യങ്ങൾക്കാണ് ഒരു ശിഷ്യൻ അധികം പ്രാധാന്യം നൽകേണ്ടത്. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ റോമൻ ഭരണത്തിന് കീഴിലായിരുന്നല്ലോ. റോമൻ ഭരണത്തിൽ കീഴിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെ കൊണ്ടും അവൻ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആയ ഏത് ജോലിയും ചെയ്യിപ്പിക്കാൻ റോമൻ നിയമം അനുവദിച്ചിരുന്നു. ഈ അധികാരം ഉപയോഗിച്ചാണ് വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കിയത്. ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോക എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അവനെ ഏൽപ്പിച്ച പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ?
ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്നും നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെയെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് യാചിക്കുന്നതിന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നുവെന്ന് ന്യായപ്രമാണം കൽപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് കൊടുപ്പാനുള്ള വിശാലമായ ഹൃദയവും തുറന്ന കൈയും തികച്ചും ദൈവീകം തന്നെയാണ്. അതുനിമിത്തം നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിരുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നും, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നും പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും അധികാരമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന് യാക്കോബ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ കൃപയാലാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കൃപയാലാണ് നാം ദിനംതോറും ജീവിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം സർവ്വമനുഷ്യരോടും കൃപയുള്ളവരായും സർവ്വമനുഷ്യർക്കും ഒരു അനുഗ്രഹമായും നമുക്ക് ജീവിക്കാം. അതിനായിട്ടാണല്ലോ അവൻ്റെ ശിഷ്യന്മാരായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.